കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്ട്രോബെറി പിക്കിങ്ങിന് ഞങ്ങൾ വീണ്ടും പോകുന്നത്. എല്ലാ പ്രാവശ്യവും സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ പിക്ക് ചെയ്യാൻ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വയറ് ചീത്തയാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഞാൻ അങ്ങനെ പോകാറില്ല. അമ്മയെക്കുട്ടി കുറേ ദിവസം കൊണ്ട് നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകാമെന്ന് തീരുമാനിച്ചത്. ജപ്പാനിൽ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം പറിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കണം. പൈസ അടച്ച് നമ്മൾ കയറുമ്പോൾ അവർ നമുക്ക് ചെറിയൊരു പാത്രത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് തരും. അതിൽ മുക്കിയാണ് സ്ട്രോബെറി കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്ന പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ട്രോബെറി ഭയങ്കര പുളിയുള്ളതല്ലേ എന്ന്. പക്ഷേ ഇവിടുത്തെ സ്ട്രോബെറി കഴിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഭയങ്കര പുളിയായിട്ട് തോന്നിയിട്ടില്ല. ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്ട്രോബെറിയുടെ വെറൈറ്റി വ്യത്യാസം എന്തെങ്കിലും ആയിരിക്കണം. എൻ്റെ വയറിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് 10 എണ്ണത്തിൽ കൂടുതൽ കഴിക്കില്ലെന്ന് ശപഥം എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒന്നും രണ്ടും കഴിച്ച് എൻ്റെ ടാർഗറ്റ് കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല. ഇവിടുന്ന് ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിനുള്ള റിസൾട്ട് കൃത്യമായിട്ട് കിട്ടി. ഇതുപോലെ ഫ്രൂട്ട് പിക്കിങ്ങിനൊക്കെ പോയി പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ?